അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് ഒരു സർപ്രൈസ് തന്നതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇന്ദിരാനഗറിലുള്ള ബാംഗ്ലൂരിലെ ഇന്ദിരാനഗറിലെ ബജാജ് ചെതക്കിൻ്റെ ഒരു ഓഫീസിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഇതേപോലെ ഹെൽമെറ്റ് നമ്മളൊന്ന് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പം ഓൺലൈനിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു ഹെൽമെറ്റ് ഞാനത് അതിൻ്റെ സീലൊക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കുകയാണ്. അപ്പം നല്ല രസമുള്ളൊരു ഹെൽമെറ്റാണ് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് എനിക്കിഷ്ടമായി. അപ്പോൾ ഹെൽമെറ്റ് ഫസ്റ്റ് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി വെക്കുകയാണ്. ഇനി അടുത്തതായിട്ടാണ് വണ്ടിയുടെ പരിപാടി. അപ്പോൾ നമ്മുടെ വണ്ടി എത്തിയിട്ടുണ്ട്. കുറേ കാലമായിട്ടുള്ള വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ ഒരു വണ്ടി എടുക്കുക എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. എനിക്ക് നല്ല എല്ലാവർക്കും നല്ല ഹാപ്പിയായി. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ഇട്ട് നോക്കുകയാണ്. നല്ല ഫീച്ചേഴ്സൊക്കെ ഉള്ളതാണ്. ഇതേപോലെ നമുക്ക് ഉള്ളിൽ ഒരു ലെയറും കൂടെ ഇത് വരുന്നുണ്ട്. നമുക്കൊരു ഗ്ലാസ് പോലെ സൺഗ്ലാസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പം ഞങ്ങളുടെ വണ്ടി ഇതാണ്. അപ്പം നമ്മളെല്ലാവരും കൂടെയാണ് ഇത് വാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത്. എനിക്ക് കീയൊക്കെ കൈമാറിയതിന് ശേഷം ഞങ്ങൾ വണ്ടിയുടെ അടുത്തൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മോളെല്ലാവർക്കും സ്വീറ്റ്സൊക്കെ കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾക്കൊക്കെ നമ്മൾ സ്വീറ്റ്സൊക്കെ കൊടുത്തു കേട്ടോ. വളരെ ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഇവിടെയുള്ള ഈ സ്റ്റാഫുകളൊക്കെ ആണെങ്കിലും വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അവർ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. മക്കളാണെങ്കിലും ഞാനും എല്ലാം തന്നെ നല്ല ഹാപ്പിയിലായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ആണെങ്കിൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു, അഖിലാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. പിന്നെ വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേതക്കിൻ്റെ 3501 എന്നുള്ള വണ്ടിയാണ് നമ്മൾ എടുത്തത്. നല്ല ഫീച്ചേഴ്സൊക്കെയുള്ള ഒരു ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പം നമുക്ക് പെട്രോളിൻ്റെ യൂസൊക്കെ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതിൽ നമ്മൾ ഇലക്ട്രിക് വണ്ടിയാണ് എടുത്തത് കേട്ടോ. അപ്പം അതിന് തൽക്കാലത്തേക്കുള്ള ആ ഒരു സ്റ്റിക്കറിലുള്ള നമ്പർ മാത്രം ഒട്ടിച്ചിട്ടായിരുന്നു നമ്മൾ പോകുന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് തന്നെ ട്രയൽ നോക്കുകയാണ് കേട്ടോ. അച്ഛനും മക്കളും കൂടി ഒന്ന് പോയി നോക്കുകയാണ്. അപ്പോൾ ഇന്ദിരാനഗറുള്ള ആ ഒരു ഇന്ദിരാനഗറിലെ റോഡിൽ 100 ഫീറ്റിൽ കൂടെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ പോകുന്നത് കേട്ടോ. 100 ഫീറ്റിൽ തന്നെയാണ് ഈ ഒരു ഓഫീസ് ഉണ്ടായിരുന്നത്, ചെതക്കിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പം അവർ അതിലൊന്ന് ഒരു റൈഡൊക്കെ ഒന്ന് ഫസ്റ്റ് പോയി. മക്കളാണെങ്കിലും ഭയങ്കര ഹാപ്പിയായി. അതിനുശേഷം നമ്മൾ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട് ഇന്ദിരാനഗറിൽ തന്നെയുള്ള, കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കി. പക്ഷേ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ സദ്യയായിരുന്നു കേട്ടോ. ആ ദിവസം ഓണം അടുപ്പിച്ചായതുകൊണ്ട്, ഓണം കഴിഞ്ഞ് കുറച്ച് ദിവസം ആയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ അന്ന് സദ്യ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാനും മക്കളും ഓട്ടോയിൽ പോയി. കാരണം ബാക്കിലിരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഇവിടെ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മൾ പിറകിലിരുന്നിട്ട് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് നേരെ പോയത് എംപയറിലേക്കാണ് കേട്ടോ. അപ്പോൾ എംപയറിൽ പോയതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ബിരിയാണിയും കബാബും അതേപോലെ തന്നെ നാനും ഒക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ കഴിച്ചു. എംപയറിലാണ് ചില സമയത്തൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാറുള്ളത് കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷം ഞാനൊന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.